സോ ഗുഡ് ഈവനിങ് ഗായ്. സമയം ഇപ്പോൾ എത്ര അറിയോ? 4:06 കാണാണ്ടാവും. 4:06. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ശബരി പോവാണ് ഗൈസ്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ വീഡിയോ ഒന്നും ഇല്ല. ഞാനിപ്പോൾ നമ്മുടെ എക്സാമൊക്കെ ആയില്ലേ, അതുകൊണ്ടാണ് പുറത്തെവിടെയും പോകാത്തില്ല. നമുക്ക് എവിടെയും ട്രിപ്പൊക്കെ ആയിരുന്നു. കഴിഞ്ഞ മാസം മുന്നത്തെ മാസം തുടങ്ങിയതല്ലേ നമ്മൾ തുടങ്ങി വെച്ചത് നിലമ്പൂർ യാത്ര, അല്ല ഗുരുവായൂർ യാത്ര തുടങ്ങി, പിന്നെ നിലമ്പൂരായി, പിന്നെ അയോധ്യ, ഉത്തർപ്രദേശ് ഫുള്ളും കറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല ഗൈസ്. അപ്പോഴേക്കും പരീക്ഷ വന്നുകൊണ്ടാണ് നമ്മൾ ഫുൾ ഉത്തർപ്രദേശും കറങ്ങി വന്നിരുന്നു ഗൈസ്. ഡൽഹി പോകണം വിചാരിച്ചു, നടന്നില്ല. അപ്പോഴേക്കും എക്സാമിൻ്റെ അടുത്തായി. പിന്നെ നമ്മുടെ വൃന്ദാവനൊക്കെ പോകണം വിചാരിച്ചു, നടന്നില്ല ഗൈസ്. എന്നുവെച്ചാൽ എക്സാം ആയി അപ്പോഴേക്കും. ഇല്ല നമുക്ക് പോകായിരുന്നു ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ടൈം ഉണ്ടല്ലോ, പോവാം ഗൈസ്. അപ്പോൾ കുറച്ച് നേരം വരാം ഗൈസ്. ഇവിടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ്. നമുക്ക് വണ്ടി മെല്ലെ ഇറക്കാം. കോൾ സെറ്റ് ഇട്ടിരിക്കുകയാണ്. എഞ്ചിൻ ടെമ്പറേച്ചർ ആയിട്ടില്ല ഗൈസ്. ആ ബ്ലൂ ലൈറ്റ് ഇപ്പോഴും കാണാണ്ട്. കാണിച്ചു തരാം. ബാക്ക് ക്യാമറ സ്വിച്ച് ചെയ്യട്ടെ. സ്വിച്ച് ചെയ്ത് കണ്ടോ, മറ്റേ എൻജിൻ കൂളായിട്ട്, അതായത് എൻജിൻ ടെമ്പറേച്ചർ ആയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അതാണ് ഈ സിമ്പിൾ. ചോപ്പാണെങ്കിൽ ഫുൾ ടെമ്പറേച്ചറെല്ലാം ഹീറ്റിംഗ് കൂടുതലാണ്, അതുകൊണ്ടാണ് ചോപ്പ് കാണിക്കുന്നത്. നീലയാകുമ്പോൾ അതില്ല. നീലയാകുമ്പോൾ ചൂടാവാൻ, എൻജിൻ ചൂടാവാനാണെന്നാ അതിൻ്റെ ബുക്ക് മാനുവൽ കിടക്കണം ഗൈസ്. അപ്പോൾ നമുക്കെന്നാൽ വണ്ടി ഇറക്കി നേരെ ശബരി പോകാം. എ സി ഓൺ ആക്കട്ടെ. ഞാൻ സംസാരിക്കാൻ വേണ്ടി മാത്രം എ സി ഓഫ് ആക്കിയത് ഗൈസ്. പിന്നെ നമ്മുടെ ചെറുപ്പശ്ശേരി ടൗൺ വികസനം ചെയ്യണ കാരണം റോഡ് നന്നല്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാത്തത്. ഞാൻ ഇന്ന് പറ്റുകയാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് ശബരി പോകാം ഗൈസ്. സോ ഗൈസ്, നമ്മളിവിടെ ശബരി സെൻട്രൽ സ്കൂൾ ഇതാണ് കണ്ട് ഗൈസ്. ശബരി സെൻട്രൽ സ്കൂൾ. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സീനറിയാണ് ഗൈസ്. ഇവിടെ നിന്ന് കാണുമ്പോൾ കണ്ടോ, നല്ല ആകാശം. എന്തോ മഴയും പെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കണ്ടോ മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ആകാശം എങ്ങനെയാണ് ഗൈസ്. അപ്പോൾ സംഭവം പറയാന്ന് വെച്ചാൽ ഇതാ കുട്ടി സ്മോൾ പെബിൾ സ്റ്റോൺ പൗഡർ, അല്ലെങ്കിൽ പൊടിക്കല്ല് എന്ന് മലയാളത്തിൽ പറയാം. ഇപ്പോൾ പലരോടും പലതാ പറയുക ഗൈസ്. അറിയണവർ കമൻറ്റോ ബിലോ ഗൈസ്. അത് എന്താ വെച്ചാൽ ഇവിടെ ചെറുപ്പളശ്ശേരി ഫുൾ കൺസ്ട്രക്ഷൻ, റോഡ് കൺസ്ട്രക്ഷൻ അല്ലേ, റോഡ് വൈഡനിങ് ആണ്. കൺസ്ട്രക്ഷൻ നടക്കണ കാരണം ഞാനൊരു ട്രാഫിക്കിൽ പെട്ടു ഗൈസ്. അപ്പോൾ ഒരു ലോറിയുടെ ബാക്ക് കൂടെ വന്നാണ്. അപ്പോൾ ഇങ്ങനെ ഉരുട്ടി വരുമ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കല്ലിങ്ങനെ തെറിച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ശബ്ദമൊന്നും കേൾക്കില്ലല്ലോ, ഇങ്ങനെ മഴത്തുള്ളി വരുന്ന പോലെ തോന്നുകയാണ്. ഇപ്പോൾ അതാ വെയിലും വന്നു. ഇത്ര നേരം മഴയും ഇപ്പോൾ അതാ വെയിലും വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണുന്നുണ്ടാവും കണ്ടോ, എന്തോരം കല്ലിൻ്റെ തരികളാണ്, ചെറിയ കല്ല് തരികളാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ അറിയാണ്ട് നമ്മൾ വൈപ്പർ ഫ്ലൂയിഡ് വൈപ്പർ ഫ്ലൂയിഡ് ഒഴിച്ചില്ലെങ്കിൽ, അറിയാണ്ട് വൈപ്പർ ഇട്ടാൽ ഫുള്ള് സ്ക്രാച്ച് ഉണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും ആൾക്കാർ വൈപ്പർ ഫ്ലൂയിഡ് നിറയ്ക്കണം, എന്നിട്ട് വൈപ്പർ ഇടാൻ, ഫ്ലൂയിഡ് ഒഴിച്ചിട്ട് ഫ്ലൂയിഡ് വെച്ചിട്ട് വേണം വൈപ്പർ ഇടാന്ന് പറയില്ലേ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാരണമാണ് ഗൈസ്. എനിക്ക് പറയാനും വയ്യ, ഭയങ്കര ചൂട് ഗൈസ്. ഞാനിപ്പോൾ സമയം എത്ര ആയിരുന്നു? 4:33. 4:30 വന്നുപെട്ടിരിക്കണതാ. 4 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 4:30 ഇവിടെ എത്തിയപ്പോഴേക്കും കണ്ടോ 4:34 ഇപ്പോൾ. എന്തോ അത്രയും തിരക്കാണ് ഗൈസ്. അത്രയും തിരക്കാണ്. കുറച്ച് കാലം കൂടി ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് വിചാരിക്കണു. അപ്പോൾ കുറച്ച് നേരം വരാം ഗൈസ്. ഇവിടെ റോഡിലൊക്കെ നല്ല തിരക്കാണ് ഗൈസ്. ചളിയായിരുന്നൊന്നും കാണാനുണ്ടാവില്ലല്ലേ, നല്ല ചെറുതായിട്ട് കാണാനുണ്ടാവും. കണ്ടോ മറ്റേ മെറ്റലൊക്കെ ഇട്ടിട്ട് ഹൈറ്റ് ഔട്ടാണ്. അവിടെ ബസ് വന്നൊന്നുമില്ല, കാണിച്ചു തരായിരുന്നു. 6:36. നമ്മളിപ്പോൾ കാർ ഷെഡിൻ്റെ ഉള്ളിലാണ് ഈ കാർ നിർത്തിയിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ റേഷൻ കട പോയിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമുക്കതാ വീട്ടിൽ പോകാം ഗൈസ്. സാധനം എടുത്ത് വീട്ടിൽ പോവാം. സമയം 6:36 ആയിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം വരാം.